ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ അക്കോ ഡി ജിയോ പെർഫോം. ഈ പെർഫ്യൂം അക്കോ ഡി ജിയോൻ്റെ ലൈനപ്പിൽ 2015 വന്നിട്ടുള്ള അക്കോ ഡി ജിയോ പെർഫോമോ എന്ന് പറയുന്ന പെർഫ്യൂമിൻ്റെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള പെർഫ്യൂമാണ്. പെർഫോമോ ഡിസ്കണ്ടിന്യൂ ചെയ്തു, അതിനുശേഷം ഇറക്കിയിട്ടുള്ള പെർഫ്യൂമാണിത്. ഇത് 2023 ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഓപ്പണിങ്ങിൽ കിട്ടുന്നത് ഒരു വുഡി, അരോമാറ്റിക്, അക്കോട്ടിക്, മറൈൻ, എർത്തി, സ്മോക്കി കൈൻഡ് ഓഫ് ഒരു ഫ്രാഗ്രൻസാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് നോട്ട് വരുന്നത് ബർഗമോട്ട്, ജിഞ്ചർ. മിഡിൽ നോട്ടിൽ ക്ലാരസേജ്, റോസ്മെരി, എർത്തി നോട്ട്. ബേസ് നോട്ടിൽ വരുന്നത് പച്ചോളി, ഇൻസെൻസ്. ഇതിൽ ഇൻസെൻസ് യൂസ് ചെയ്തിട്ടുള്ളത് ഡിയോർ സവാഷിൽ ഉപയോഗിച്ചിട്ടുള്ള പോലെ അത്ര പ്രോമിനൻ്റ് അല്ല. ഡിയോർ സവാഷിൽ ഇൻസെൻസ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് തലവേദന എടുക്കുന്നതായിട്ട് പറയാറുണ്ട്, ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ബട്ട് ഇതിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇൻസെൻസ് മിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻസെൻസ് പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല, എന്നാൽ എവിടെയൊക്കെയോ ഇൻസെൻസിൻ്റെ നോട്ട് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. അക്കോ ഡി ജിയോയിൽ തന്നെ അക്കോ ഡി ജിയോയുടെ ലൈനപ്പിൽ ഫസ്റ്റ് ടൈം ഇറങ്ങിയിട്ടുള്ള അക്കോ ഡി ജിയോ ഓട്ടോ ടോയ്ലറ്റ് വെർഷൻ ഒരുപാട് പേരുടെ സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പെർഫ്യൂമുകൾപ്പെട്ട ഒരു പെർഫ്യൂമാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലോഞ്ച്വിറ്റി ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഓപ്പണിങ്ങിൽ വരുന്നത് സിട്രസി, മറൈൻ, ഹെർബൽ, അക്കോട്ടിക് നോട്ടൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് ലോഞ്ച്വിറ്റി വളരെ കുറവാണ്. ഈ പെർഫ്യൂമിൽ ഓപ്പണിങ്ങിൽ സിട്രസി, മറൈൻ, അക്കോട്ടിക് നോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു വുഡി, അരോമാറ്റിക്, അതുപോലെ എർത്തി, ഒരു കലോണ നോട്ടൊക്കെ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കടലിൻ്റെ സ്മെല്ലായിട്ടുള്ള അത് കലോണ നോട്ട് എന്ന് പറഞ്ഞ സിന്തറ്റിക് ആയിട്ടുള്ള നോട്ടാണ്, അത് ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട്. അക്കോ ഡി ജിയോ ഓട്ടോ ടോയ്ലറ്റ് വേർഷൻ ഉപയോഗിച്ചിട്ട് അതിന് ലോഞ്ച്വിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പെർഫ്യൂം ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പെർഫ്യൂമും നമ്മൾ ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങരുത്, കാരണം ഓരോ പെർഫ്യൂമും സബ്ജക്റ്റീവാണ്. എനിക്ക് പെർഫോമൻസ് കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടിക്കോളുന്ന യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഏത് പെർഫ്യൂം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ സ്കിന്നിലും ഡ്രസ്സിലൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. കാരണം ഓപ്പണിങ്ങിൽ ഒരു സിട്രസി, ഒരുവിധമുള്ള പെർഫ്യൂമൊക്കെ സിട്രസി നോട്ടൊക്കെ ആയിരിക്കും വരിക. അത് അതിൻ്റെ ആ സിട്രസി നോട്ടൊക്കെ മാറി അതിൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. പല പെർഫ്യൂമും അങ്ങനെയാണ്, എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏത് പെർഫ്യൂം വാങ്ങിക്കുകയെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. ഈ പെർഫ്യൂം അത്യാവശ്യം പ്രൊജക്ഷനുള്ള ലോഞ്ച്വിറ്റി ഉള്ളൊരു പെർഫ്യൂമാണ്. ഒരു 2 മണിക്കൂർ കുഴപ്പമില്ലാത്ത, ബീസ്റ്റ് മോഡൊന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 6-7 മണിക്കൂർ ലോഞ്ച്വിറ്റി ഉണ്ട്. ഈ പെർഫ്യൂം ഒന്നുകൂടിയും സൂട്ടാകുക ഒരു 30+ ഏജുള്ളവർക്കായിരിക്കും, കാരണം കുറച്ചും കൂടി മെച്ചൂർഡായിട്ടുള്ള വെർഷനാണിത്. ലൈറ്റ് വെർഷൻ അല്ല, സ്ട്രോങ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ല് തന്നെ ആയിരിക്കും ഇത്. കാരണം എനിക്ക് ഈ പെർഫ്യൂം ഉപയോഗിച്ചിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. ഈ പെർഫ്യൂം ഉപയോഗിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിൽ അറിയിക്കുക. എന്തായാലും ഒരുപാട് പെർഫ്യൂംസിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നുണ്ട്, പുതിയ ചാനലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പെർഫ്യൂമിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്തായാലും കമൻറ്റുകളിലൂടെ അറിയിക്കുക.